വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു. സ്തോത്രം. സാധാരണ ഞാൻ 28ാമത്തെ വർഷമാണ് എൻ്റെ പ്രസംഗ അല്ലെങ്കിൽ ശുശ്രൂഷ തുടങ്ങിയിട്ട്. പുതിയ നിയമത്തിൽ നിന്നാണ് കൂടുതൽ പ്രസംഗിക്കാറുള്ളത്. പഴയ നിയമത്തിലുള്ള വിരോധമായിട്ടല്ല, അറിയാൻ വേണ്ടിയല്ല, പുതിയ നിയമത്തിൽ നിന്നാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമൻ, എബ്രായർ, ഈ 4 പൗലോസിൻ്റെ ലേഖനങ്ങളെ ആസ്പദമാക്കിയുള്ള സന്ദേശങ്ങളാണ്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളും വളർച്ചയും, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും, കർത്താവിൻ്റെ ഉയർപ്പും, കർത്താവിൻ്റെ മടങ്ങിവരവും, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് സാധാരണ ഞാൻ പ്രസംഗിക്കാറുള്ളത്. എന്നാൽ ഇവിടെയൊക്കെയുള്ള യാത്രയിൽ ഞാൻ പ്രസംഗിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിങ്ങളുമായി പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച സന്ദേശം. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളെ കൂടുതലും പഴയ നിയമത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളാണ് 99% എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്, വചന നിശ്ചയമുള്ളവരാണെന്ന നല്ല ഉറപ്പോടുകൂടി ഈ പട്ടണത്തോട്, സഭകളോട് അറിയിക്കാനുള്ള ഒരു സന്ദേശമായിട്ടാണ് ദൈവം എനിക്ക് ദൂത് തന്നത്. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു. ഇന്നലെ രാത്രി വരാത്തവർക്ക് ഒരു വാക്കിൽ ഓർപ്പിക്കുന്നു. ഇന്നലെ രാത്രി ചിന്തിച്ചത് ഒരു ഇമാജിനറി ആയിട്ട് പത്രോസ് എഴുതി, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റി നടക്കുന്നു. ഒരു സിംഹമായി, അല്ലെങ്കിൽ അലറുന്ന സിംഹമായി, ഒരു ഇമാജിനറിയായി, ഉപമാനമായി പിശാചിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ചില ക്യാരക്ടർ ദൈവവചനത്തിൽ നിന്നെടുത്താണ് ഞാൻ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നത്. ഇന്നലെ നാം ചിന്തിച്ചത് ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമായിരുന്നു. ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുമായിരുന്നു. ആരാധനയുള്ളിടത്തു നിന്ന്, അന്യഭാഷയുള്ളിടത്തു നിന്ന്, ആത്മീയ കൂട്ടായ്മ ഉള്ളിടത്തു നിന്ന്, ആത്മബന്ധമുള്ളിടത്തു നിന്ന്, ഇതൊന്നുമില്ലാത്ത പാരമ്പര്യത്തിൻ്റെ കല്ലറകളിലേക്കും കാടുകളിലേക്കും ഓടിക്കുന്ന പിശാച്, അതിൻ്റെ അതരം ദൈവസഭ വിശ്വാസത്താൽ അടച്ചാൽ നഷ്ടപ്പെട്ടത് തിരിച്ച് യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് സുബോധത്തോടെ യേശുവിൻ്റെ സാക്ഷിയാകും എന്നതാണ് നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചത്. ഇന്ന് രാവിലെ നാം കുറച്ച് പേര് ഒരുമിച്ച് ധ്യാനിച്ചത് സകല മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. അധികാരമുള്ള സിംഹത്തിൻ്റെ അധികാരത്തെ, യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിൻ്റെ കുട്ടികളായ നമുക്ക് ലഭിച്ച ആത്മീയ അധികാരത്താൽ, ഹല്ലേലൂയ, നമുക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന കൈയെഴുത്തുകളെ തിരുത്തി എഴുതുവാൻ ദൈവം തന്ന ഈ അഭിഷേകത്തിനായി നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാത്രി നമ്മുടെ ചിന്താവിഷയം 3-ാമത്തെ ഒരു ചിന്തയാണ്. ഏറ്റവും ഉച്ചത്തിൽ അലറുന്ന മൃഗമാണ് സിംഹം. ദ മോസ്റ്റ് ലൗഡ്ലി റോറിങ് ആനിമൽ. ഏറ്റവും ഉച്ചത്തിൽ അലറുന്ന മൃഗമാണ് സിംഹം. അലറുന്ന, ആക്ഷേപിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ആക്രോശിക്കുന്ന അശുദ്ധ ശക്തിയുടെ അതരമടയ്ക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ഇന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായ അടച്ചു. നിങ്ങളറിയാതെ, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യം പോലും നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു വരുത്തുന്ന അശുദ്ധ ശക്തികൾ വ്യക്തികളിൽ കൂടി പ്രവർത്തിക്കാറുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ തങ്ങൾ അരക്കെട്ടുറപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ കരുത്തിൽ ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ അശുദ്ധ ശക്തികളുടെ ആദരം അടഞ്ഞു പോകണം. സ്തോത്രമല്ലോ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ശുശ്രൂഷിക്കണം. ദൈവ സാന്നിധ്യം ഞാനിവിടെ മുൻപിൽ മഴയ്ക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവസഭയിൽ പുതിയ നിയമ വിശ്വാസികൾ വി മിനിസ്റ്ററിങ് ടുഗദർ, നാം ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. പാട്ടുപാടിയും പ്രാർത്ഥിച്ചും സ്തോത്രം പറഞ്ഞു ഒക്കെ നാം കർത്താവിനെ ഇന്ന് രാത്രി ആരാധിക്കുകയാണ്. ദൈവവചനം ശക്തമായി ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ആശിക്കുന്നു. എന്നെ അതിനായി വിനയപ്പെടുത്തുന്നു. സ്തോത്രം. നാം ചിന്തിക്കുന്ന ചിന്ത ഇതാണ്: അലറുന്ന സിംഹത്തിൻ്റെ അതരത്തെ ആത്മാവിൽ അടയ്ക്കുവാനുള്ള കരുത്ത് നാം പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. 2 വാക്യങ്ങൾ പറഞ്ഞു പോകുന്നു. വേഗം വായിച്ചാൽ ആ ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിക്കാം. ജെരമിയ ചാപ്റ്റർ 2 വേഴ്സ് 15. അതിനുശേഷം വേറൊരാൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, അല്ലെങ്കിൽ എടുക്കുന്ന ആൾ തന്നെ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 34-ാം വാക്യമാണ്. 36 വരെ വായിക്കണമെങ്കിലും ഒരു വാക്യം വായിച്ചാൽ മതി. 36, 34. വേറൊരാൾ യിരെമ്യാവ് 12:11. ഈ 3 വാക്യങ്ങൾ പ്രാരംഭമായി വായിച്ച് നമ്മൾ ആ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. യിരെമ്യാവ് 2:11, അത് അല്ല 2:15, അത് തന്നെ. ബാലസിംഹങ്ങൾ അവൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ചു, അവൻ്റെ ദേശത്തെ ശൂന്യമാക്കി, പട്ടണങ്ങൾ വെന്തു നിവാസികൾ ഇല്ലാതെയായിരിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, സ്തോത്രം. നമ്മുടെ ചിന്ത ഇതാണ്: അലറുന്ന സിംഹത്തിൻ്റെ അതിരത്തെ അടയ്ക്കുന്ന ഈ അഭിഷേകം ദൈവദാസിദാസന്മാർ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുക്കേണ്ട രാത്രിയാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ബാലസിംഹങ്ങൾ അവൻ്റെ നേരെ അലറി, അല്ലെങ്കിൽ ദേശത്തിൻ്റെ നേരെ അലറിയപ്പോൾ ദേശം ശൂന്യമായി പോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി
ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ശുശ്രൂഷ മണ്ഡലത്തിലുമൊക്കെ എന്നുമില്ലാത്തതുപോലെ എങ്ങും കാണാത്തതുപോലെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശൂന്യത നാം അനുഭവിക്കാറുണ്ട്. വളരെ ഉത്സാഹത്തോടെ തുടങ്ങിയ പല ആത്മീയ മണ്ഡലങ്ങളും ഇന്ന് ശൂന്യമായി കിടക്കുകയാണ്. തരിശു ഭൂമി പോലെ. പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉത്സാഹം കടന്നു വരുന്നില്ല. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്, വല്ലാത്ത ശൂന്യത വ്യാപരിക്കുന്നു. ശുശ്രൂഷയിൽ മുന്നേറണമെന്ന് താല്പര്യമുണ്ട്, വചനം നന്നായി വായിക്കുന്നുണ്ട്, ഒരു വാക്യം പോലും എടുത്തു പറയുവാൻ കഴിയാതെ ശൂന്യത വെളിപ്പെടുക. ഉറക്കം തൂങ്ങി ഞാനും നിങ്ങളും പോകുന്ന ഒരു ശൂന്യതയുണ്ട്. കാരണം നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേരെ അലറിയ ഒരു അശുദ്ധ ശക്തിയുണ്ട്. നിങ്ങളുടെ ആത്മീയത്തിന് നേരെ വിരൽ ചൂണ്ടി എഴുതി വെച്ച് വിളിച്ചു ചൊല്ലിയ ആക്ഷേപ വാക്കുകളുണ്ട്. എന്തോ കേട്ട വാർത്തകൾ നിമിത്തമല്ലേ ഇന്ന് അതരം മൗനമായി പോയത്? അതിന്മേൽ ഇന്ന് രാത്രി ജയമെടുക്കണം. ഒരു പട്ടണത്തിൽ ആ സഭയെ ആരംഭിക്കുന്നു, ദേശത്ത് വേല ആരംഭിക്കുന്നു. ആവേശത്തോടെ തുടങ്ങിയ ശുശ്രൂഷ പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ, ബ്രേക്ക് ഇട്ടതുപോലെ നിന്നുപോയല്ലോ. എന്തോ കേട്ട വാക്കല്ലേ? ഇന്ന് രാത്രി ചെവിയിൽ മുഴങ്ങിയ അശുദ്ധ ശക്തിയുടെ ആരവത്തിന് വിരോധമായി ഉയരുന്ന ഒരു ദൈവ ശബ്ദം ചിലരുടെ ചെവിയിൽ മുഴങ്ങി കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, ഇന്ന് രാത്രി ആരുടെയൊക്കെ ചെവിയിൽ ഇന്ന് വരെ കേൾക്കാത്തൊരു മഴയുടെ മുഴക്കം തന്ന്, ഇന്ന് വരെ പെയ്യാത്തൊരു മഴ പെയ്തിറക്കി, ഇന്ന് വരെ കുതിരാത്തതുപോലെ ആത്മാവിൽ കുതിർന്ന് ഒരു ജൈത്യ യാത്ര മുന്നോട്ടുണ്ടെന്ന് ഞാൻ ദൂത് പറഞ്ഞാൽ എത്ര പേര് ആത്മാവിൽ ഏറ്റെടുത്ത് സ്തോത്രം പറയും? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ബാലസിംഹങ്ങൾ അലറിയപ്പോഴാണ് പട്ടണങ്ങൾ ശൂന്യമായത്. പട്ടണങ്ങൾ ശൂന്യമായെന്ന് മാത്രമല്ല, അത് തീ വെന്ത് കത്തി ചാമ്പലായി. തീർന്നില്ല, നിവാസികളില്ലാതെയായി മാറി. ആൾപ്പാർപ്പുണ്ടായിരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇടർതൂന്ന് വളർന്ന സസ്യങ്ങളുള്ള സ്ഥലമാണ്, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഫലഭൂയിഷ്ടമായ സസ്യഫലങ്ങൾ വളർന്നു പന്തലിച്ച സ്ഥലമായിരുന്നു. പക്ഷേ ബാലസിംഹങ്ങൾ അലറിയപ്പോൾ ദേശം ശൂന്യമായി. എന്തേ സഭ ശൂന്യമായിക്കൊണ്ടിരിക്കും? ഞാൻ ആളിൻ്റെ പെരുപ്പമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തേ ആത്മീയത്തിൽ ശൂന്യത വീണത്? എന്തേ ഉപദേശത്തിൽ ശൂന്യത വീണത്? ഹല്ലേലൂയ. നാം കേട്ട എന്തോ നിമിത്തമാണ് ചില നിരാശയുടെ വാക്കുകൾ ചെവിക്കകത്ത് കടത്തിവിട്ടിട്ട്, അത് ഭവനത്തിനകത്തായിരിക്കാം, സഭയ്ക്കകത്തായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ കേട്ട ചില വാർത്തകളാണ് നിങ്ങളെ ഈ ആത്മീയ ശൂന്യതയിൽ കൊണ്ടെത്തിച്ചത്. ഇന്ന് രാത്രി അതിന്മേൽ നമുക്ക് ജയമെടുക്കണം. ഹല്ലേലൂയ. അപ്പം ശൂന്യമായി കിടക്കുമ്പോൾ എന്നും ഇങ്ങനെ കിടക്കാനാണോ നമ്മുടെ ചിന്ത? ഇനി ഇങ്ങനെ പറ്റിപ്പോയി. ഒരു കാലഘട്ടത്തിൽ നന്നായി പ്രയോജനപ്പെട്ടതാണ്, എല്ലാവർക്കും ഞാൻ പ്രയോജനമുള്ളവനായിരുന്നു. വന്ന കാലഘട്ടത്തിൽ 40 വർഷം മുമ്പ് എല്ലാ കാര്യത്തിലും ഞാൻ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. സഭയുടെ കാര്യമെടുത്താൽ, വീട്ടിലെ കാര്യമെടുത്താൽ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. ഇന്ന് ഞാൻ എല്ലാറ്റിലും പുറകോട്ട. കാരണം എന്തൊക്കെ ചെയ്തിട്ടും ഇതാണല്ലോ ഞാൻ കേൾക്കുന്നത്. ശൂന്യമായി കിടക്കുന്നതിനോട് എന്താ ദൈവത്തിൻ്റെ സന്ദേശം അറിയണ്ടേ? എന്നും ഇങ്ങനെ ശൂന്യത കിടക്കാനാണോ? എന്നും ഇങ്ങനെ പതുങ്ങി മാറിയിരിക്കാനാണോ? എന്നും ഒതുങ്ങി മൂലക്കിരിക്കാനാണോ നിങ്ങളുടെ വിളി? അല്ല, ശൂന്യതയെ നോക്കി ദൈവത്തിനൊരു സന്ദേശമുണ്ട്. എസെക്കിയേൽ 36-34 വാക്യം. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്നിടത്ത് ഒരു കൃഷി നടക്കും. ഹല്ലേലൂയ. എല്ലാവരും അല്ലേ വചനം ഒന്ന് പറഞ്ഞാട്ടെ. Hallelujah. Every desolate land is going to be cultivated. വഴി പോകുന്ന ഏവരും തലകുലുക്കി പറഞ്ഞതാ, ഇത് ശൂന്യമാണ്, ഇത് ശൂന്യമാണ്. അവിടെ നോക്കി സ്വർഗം ദൂത് പറയുന്നു, ഇവിടെ ഒരു കൃഷി നടക്കും. സഭയെ നോക്കി ദൈവം ദൂത് പറയുന്നു, ഇവിടെ ഒരു കൃഷി നടക്കും. കുടുംബത്തെ നോക്കി ദൈവം ദൂത് പറയുന്നു, സകലരും കഴിഞ്ഞെന്ന് പറഞ്ഞിടത്ത് ഒരു ദൈവത്തിന്റെ കൃഷി നടക്കും. ആത്മാവിൽ സ്തുതിപ്പാൻ എത്ര പേര് തയ്യാറാകും? അലറി വിളിച്ച പിശാചേ, നീ വിചാരിച്ചു ഇത് ആയുസ് പര്യന്തം ശൂന്യമായി കിടക്കും, ഇനി ഇവിടെ ഒരു വിത്തും മുളയ്ക്കത്തില്ല, ഇവിടെ ഒന്നും പൊട്ടി മുളയ്ക്കത്തില്ല, ഇവിടെ ഇനി ആരും കൈയടിക്കത്തില്ല, ഇവിടെ ആരും പ്രസംഗിക്കത്തില്ല, ഇവിടെ സഭ വളരത്തില്ല, ഇവിടെ സ്തോത്രം ഉണ്ടാകത്തില്ല, ഇവിടെ ആരാധന വെളിപ്പെടത്തില്ല, ഇവിടെ ഉത്സവം ആചരിക്കത്തില്ല, ഇവിടെ സന്തോഷം ഉണ്ടാകത്തില്ല എന്ന് നീ വിളിച്ചു പറഞ്ഞ് ആക്രോശിച്ച് ഒതുക്കി മാറ്റി ശൂന്യമെന്ന് പറഞ്ഞതിനെ നോക്കി ഇന്ന് രാത്രി സ്വർഗം പ്രഖ്യാപിക്കുന്നു, സ്വർഗം പ്രഖ്യാപിക്കുന്നു, സ്വർഗം ദൂത് പറയുന്നു. വഴി പോകുന്നവരുടെ കാഴ്ചയ്ക്ക്, സകലരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിടത്ത് ഒരു കൃഷി നടക്കും. എത്ര പേർ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കും? If you believe that it's going to be cultivated again, you are going to see a great hallelujah, hallelujah, rakhanabasiya. Are you expecting every emptiness, every desolation is going to give for a great way of abundance in your life? ഇന്ന് രാത്രി എല്ലാ ശൂന്യതകളും എല്ലാ നിന്ദകളും മാറി അവിടെ ഒരു ദൈവത്തിന്റെ കൃഷി നടക്കും. ഹല്ലേലൂയ. വറ്റി വരേണ്ട മണ്ണിൽ ഒരു ദൈവത്തിന്റെ കൃഷി നടക്കും.
മെസ്സേജ് നല്ലതാ പാസ്, ഇഷ്ടപ്പെട്ടു. ശൂന്യതയൊക്കെ നോക്കി ദൈവം ദൂത് പറഞ്ഞു കൃഷി നടക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തൊട്ട് കൈയും കെട്ടി ഇരിക്കാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് എന്താണ് ശൂന്യത മാറാൻ വേണ്ടി നമുക്ക് കാര്യം മനസ്സിലായി. പിശാജ് അലറിയത് കൊണ്ടാണ്, പിശാജിൻ്റെ ശബ്ദം മുഴക്കിയത് കൊണ്ടാണ്, അവൻ ആക്ഷേപിച്ചത് കൊണ്ടാണ് ശൂന്യത വെളിപ്പെട്ടത്. അതങ്ങനെ കിടക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം പറഞ്ഞു ഇവിടെ ഒരു കൃഷി നടക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? യെരമ്യാ 12:11. യെരമ്യാ 12:11. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു, ശൂന്യമാക്കിയതിനാൽ അതെന്നോട് സങ്കടം പറയുന്നു. ശൂന്യത കാണുന്നോ അന്നേരം കരഞ്ഞോണം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. As I reminded you yesterday, we are looking eagerly for a revival to be happen in every nook and corner of the house of God. ദൈവസഭയ്ക്കകത്ത് ഒരു ഉണർവുണ്ടാകണം. ഉണർവ് എന്താണ്? ഇന്നലെ രാത്രി ഓർപ്പിച്ചു. The people begin to rejoice in the presence of the Lord. ദൈവമക്കൾ ദൈവത്തിൽ ആനന്ദിക്കുന്നതാ സന്തോഷം, ഉണർവെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ശൂന്യത വരുമ്പോൾ എന്ത് ചെയ്യണം? സങ്കടം പറയണം. ഹല്ലേലൂയ. ഭൂമി കീഴ്മേൽ മറിഞ്ഞാൽ സ്വർഗം കണ്ണടച്ചെന്ന് വരും. കർത്താവിൻ്റെ ദാസൻ ഇൻട്രൊഡക്ഷനായിട്ട് ഒരു ചെറിയ നല്ലൊരു അർത്ഥവത്തായ ഒരു 7 പോയിന്റ് മെസ്സേജ് ഓർപ്പിച്ചല്ലോ. സ്തോത്രം. ദാനിയേൽ തന്നെ താൻ താഴ്ത്തി. ദാനിയേൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവപ്രവൃത്തിയെക്കുറിച്ച് വെളിപ്പാടുള്ളവനായിരുന്നു, വിശുദ്ധി സൂക്ഷിക്കുന്നവനായിരുന്നു. സ്തോത്രം. അവിടെ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. ആവശ്യങ്ങൾ ദൈവത്തോട് പറയണം. എന്തിനാ ഈ പ്രാർത്ഥനാ കൂട്ടം നടത്തുന്നത്? സ്വർഗം വെച്ചിരിക്കുന്ന പ്രമാണം ദൈവമക്കളെ ചോദിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ചോദിക്കെന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നതല്ല, ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ വേണം പറയാൻ. എന്ന് ദൈവസഭയിൽ നിന്ന് ഈ പരാതിയും പരിഭവവും ഒക്കെ മാറുന്നോ അന്നേ ഇവിടെ ആത്മീയം വെളിപ്പെടത്തുള്ളൂ. നമ്മളങ്ങ് എന്നും പരാതിക്കാര, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 100 ഗുണം ഉണ്ടെങ്കിലും എന്തേ പറയത്തുള്ളൂ? ഒരാൾ പറഞ്ഞ കലലിയ എൻ്റെ ഒരു മോനുണ്ട്, അല്ലലിയ 98 ഗുണമുണ്ട്, 2 ദോഷമേ ഉള്ളൂ, വിളിച്ചാൽ വരത്തുമില്ല, പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഇങ്ങനെയുള്ള ഗുണം കൊണ്ട് നമുക്ക് എന്തോ ഗുണമാ ദൈവമക്കളെ? ഞാൻ പറഞ്ഞു വരുന്നത് അല്ലലിയ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയണം. രാവിലെ എഴുന്നേറ്റ ഉടനെ പറയുകയാണ് അല്ലലിയ പിള്ളേർ സന്ധ്യ 6 മണിയായിട്ട് വീട്ടിൽ കയറത്തില്ല. ദൈവമക്കളെ, മക്കളില്ലാത്തവരുടെ ദുഃഖമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. വീട്ടിൽ വരാൻ 2 പിള്ളേർ വൈകിട്ടായിട്ട് ഉണ്ടല്ലോ, എൻ്റെ സ്തോത്രം പറഞ്ഞാൽ. 6 മണിക്ക് വരാത്തതിനൊരു സ്തോത്രം പറ. കാരണം 2 പിള്ളേരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടല്ലോ. അല്ലല്ലോ. ഈ അച്ചായനാണെങ്കിൽ എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുക. പരാതി നിർത്തിയിട്ട് മുഖം വീർപ്പിച്ചിരിക്കാനും ഒരാൾ വീട്ടിലുണ്ടല്ലോ, ആൺതുണയായിട്ട്. എത്രയോ കുടുംബങ്ങൾ അടിച്ചു പിരിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കൂടപ്പാർക്കാരൊരു ഭർത്താവിനെ തന്നനാൾ. സ്തോത്രം. ഇവക്ക് ഒരു ഗുണമില്ല. ഇവളെ കല്യാണം കഴിച്ച കാള് തൊട്ട ഇങ്ങനാണ്. 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ ഒരു അച്ചായനെ പരിചയപ്പെട്ടും പറഞ്ഞു, അവളെ കെട്ടി അന്ന് തൊട്ട് ഇന്നും കട്ടപ്പാടാണ്. എത്ര വർഷമായി? 50ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇതൊക്കെ നിർത്താൻ കാലമായി ദൈവമക്കളെ. ഇങ്ങനെ ഒരെണ്ണത്തിനെ കിട്ടിയൊരു സ്തോത്രം പറഞ്ഞേക്കാം. സമയമുള്ളപ്പോൾ ഞാൻ അത് വിശദീകരിക്കാം, മുന്നോട്ട് പോകട്ടെ. അല്ലെങ്കിൽ പരാതിയും പരിഭവവും നിർത്തിയിട്ട് എല്ലാറ്റിലും ദൈവമഹത്വം കാണണം. ആരാധനയ്ക്കുള്ള വകുപ്പ് കണ്ടെത്തണം. പാട്ടുകാരൻ പറഞ്ഞ പോലെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ നമുക്ക് കാരണമുണ്ട്. കാരണം എന്ത് നോക്കിയാലും അയ്യോ രാവിലെ എഴുന്നേറ്റ കാലിന് വേദനയാണല്ലോ, വേദന എടുക്കാൻ ഒരു കാലെങ്കിലും ഉണ്ടല്ലോ. കാലില്ലാത്ത എത്രയോ പേരുള്ളപ്പോൾ വേദനയെന്ന് കംപ്ലൈൻറ്റ് ചെയ്യാൻ ഒരു കാല് തന്ന ദൈവത്തിന് സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് കൊണ്ടല്ലേ. പിന്നെ പെന്തിക്കോസുകാർക്ക് ഒരു ഗുണമുണ്ട്, ആരും പിണങ്ങല്ലേ, പുറത്ത് പോയി പറയല്ലേ. പിന്നെ പുറത്തോട്ട് പോകുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. എന്നാലും ഇരിക്കട്ടെ, സ്തോത്രമില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മളങ്ങ് വെൽ ബോഡി ചെക്കപ്പാണ്. രാവിലെ എഴുന്നേറ്റ പെന്തിക്കോസുകാർ ഏത് കാരണം ചൊല്ലി സഭായോഗം മുടക്കാൻ പറ്റും. പണ്ട് നാട്ടങ്ങ് ഏത് കാരണം ചൊല്ലി എടി ഒന്ന് നോക്കിയെടി, കൈക്ക് ഒരു ചെറിയ വേദന, മുഖത്തിനൊരു വാട്ടം ഉണ്ടോ, എന്നാൽ ഇന്ന് സഭായത്തിന് പോകുന്നില്ല. എത്ര കാരണം ചൊല്ലി ആൾക്കാർ ഞായറാഴ്ച സഭായം മുടക്കുന്നത്. സഭായത്തിന് വരുമ്പോഴല്ലേ കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് അറിയത്തൊന്നുമില്ല. എല്ലാവരും വന്ന് ഈ ഒന്നാമത് ഈ ചർച്ചിനകത്ത് ലൈറ്റ് മുഖത്തോട്ട് അടിച്ചിട്ട് സ്റ്റുഡിയോയിൽ നിൽക്കുന്ന പോലെ തന്നെ. അതുകൊണ്ട് ഈ വരുന്നവരെ ഒന്നും കാണത്തില്ല. എന്നാലും പിന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ ഈ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്, അവർ ലിസ്റ്റും പേരൊക്കെ എഴുതി വെക്കും, വരാത്തവരുടെ പേരൊക്കെ. നമ്മൾ ആവേശത്തോടെ വിളിക്കും. അല്ല, ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവേ ഇന്ന് പകൽക്കാലം വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെല്ലാം കൈ ഓർത്ത് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും കൈ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പല്ലുവേദന മാറണമേ, തലവേദന മാറണമേ പ്രാർത്ഥിക്കുകയാണ്. സഭായം കഴിയുമ്പോൾ എന്തോ ഒരു മുറക്കളം അറിയാം. 2 മണിക്ക് അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞു. 12:30 വരെ ഇവിടെ വരുമ്പോഴേ ഉള്ളു മുട്ടിന് വേദന, കൈക്ക് വേദന, പനി, ജലദോഷമൊക്കെ. സഭായം മുടക്കുന്ന കാഴ്ചപ്പാടാ. പക്ഷെ സഭായം കഴിയുമ്പോൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുത രോഗശാന്തി ശുശ്രൂഷയാ ഞാൻ സഭയെ ചെയ്യുന്നെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെയല്ലേ? ദൈവകാര്യത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മടിപ്പൊക്കെ. ബാക്കി എല്ലാ വിഷയത്തിനും നമ്മൾ 1ാം സ്ഥാനത്താണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. സ്തോത്രമല്ലിയ ദൈവമക്കളെ എല്ലാറ്റിനും സ്തോത്രം പറയാൻ പഠിച്ചാട്ട്.
പരാതിയും പരിഭവവും ദൈവസഭയിൽ നിന്ന് പുറത്തു പോകട്ടെ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് 40. അപ്പോൾ നമ്മൾ പറയും എന്നോട് ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും ഒന്ന് കൈ പൊക്കിക്കേ. നീ ചുമ്മാ പറഞ്ഞതാ. ദൈവത്തിന് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് ഉറപ്പുള്ളവർ. അതും പേടിയായിപ്പോയി. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തോ ഇതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾ കൈ പൊക്കാൻ എനിക്കറിയാം. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കൂടെ എന്നാ ഫുഡാ കഴിക്കുന്നറിയാമോ? ശക്തന്മാരുടെ ആഹാരം. ഇത് കഴിച്ചാൽ കാല് വീങ്ങത്തില്ല, ഇട്ട വസ്ത്രം മാറേണ്ടി വരത്തില്ല. കർത്താവേ, അങ്ങനെ ഒരു നേരത്തെ റൊട്ടി കിട്ടിയായിരുന്നെങ്കിൽ ഈ തുണി ഇടയ്ക്കിടയ്ക്ക് മാറണ്ടായിരുന്നല്ലോ. 40 വർഷം 80 വർഷത്തിനിടയ്ക്ക് 2 ഉടുപ്പ് മതിയായിരുന്നു എന്നൊക്കെ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ കാല് വീങ്ങത്തില്ല, ചെരുപ്പ് എന്ത് ചെയ്യത്തില്ല, തേയത്തില്ല. എന്തോ ഒരു വഴിയാണ് കൂടെ നടക്കുന്നത്. എന്തോ ഒരു ആരോഗ്യമുള്ള അപ്പമ്മ അവർ കഴിച്ചുകൊണ്ടിരുന്നത്. കൊത്തൻ ബാലരി പോലെ വെള്ള അലലിയ. നിങ്ങൾ കൊറിയാണ്ടറിൻ്റെ എടുത്തിട്ട് വെള്ള ബാർലി പോലെ ഇരിക്കും, അതുപോലെ ആഹാരം. അതെന്ത് ചെയ്യും? ഉരലിനകത്തിട്ട് ഇടിച്ച് പൊടിച്ച് ദോശയാക്കി വായിലോട്ട് വെക്കുമ്പം എന്തിൻ്റെ രുചിയാ? തേനിൻ്റെ രുചിയാണ്. നമുക്കൊന്നും ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, എന്നാലും ഒന്ന് ആസ്വദിച്ചോ. തേനിൻ്റെ രുചിയാ വായിൽ അതരത്തിലോട്ട് വെക്കുമ്പോൾ. ഇതൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവർ 40 വർഷം ദൈവം മുടക്കിയോ? നിങ്ങൾക്ക് ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? തിരിഞ്ഞു പോലും നോക്കത്തില്ലല്ലോ. ഒരു വിരോധം ഇല്ലാഞ്ഞിട്ട് മിണ്ടുന്നില്ല, പിന്നല്ലയോ? വിരോധം ഉണ്ടെങ്കിൽ എല്ലാ മാസവും $50 വെച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരുന്ന നാട്ടിലോട്ട്. പക്ഷേ ആരോ പറഞ്ഞു പുള്ളി ഇപ്പം ശരിയല്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? ഉറക്കെ പറഞ്ഞാണ് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. കള്ളമൊന്നും പറഞ്ഞില്ല. സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങൾ എത്രയോ മിഷൻ ഫീൽഡ് നിർത്തിയിരിക്കുന്നു. മിഷൻ സപ്പോർട്ട് നമ്മൾ നിർത്തും. പിന്നെ ആ വീട്ടിൽ തിരിഞ്ഞോ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു, എന്നെ മാത്രം വിളിച്ചില്ല. പിന്നെ ആ ഏരിയയിലോട്ട് പോകത്തേയില്ല. പക്ഷെ 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമായിരുന്നു. സ്തോത്രം. എന്നിട്ടും മന്ന മുടക്കിയില്ല. എന്നിട്ടും അല്ലല്ല ഇന്നിട്ട വസ്ത്രം ഇനി ഇവനേതാ ഇടണ്ട എന്ന് പറഞ്ഞ് പുതിയ ഉടുപ്പിന് വഴിയൊരുക്കിയില്ല. ചെരുപ്പ് മാറാൻ പദ്ധതി ഒരുക്കിയില്ല. പാറയിലെ വെള്ളം ഒരു ദിവസം പോലും നിന്നില്ല. പറന്നു നിന്ന കാടപ്പക്ഷിയുടെ ടേസ്റ്റ് മാറ്റിയില്ല. ഇറച്ചിയൊക്കെ കഴിക്കും. നമ്മളൊക്കെ വായിക്കൂടെ മൂക്കിക്കൂടെ കഴിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നു. ഇറച്ചി വായിക്കൂടെ കഴിച്ചു, പിന്നെ മൂക്കിക്കൂടെ കഴിച്ചു. അപ്പോഴും അല്ലല്ല ദൈവത്തിന് അവരുടെ നീരസമായിരുന്നു. ദൈവമക്കളെ, നല്ല കാറും നല്ല വീടും നല്ല വസ്ത്രവും നല്ല തലമുറയും നല്ല സഭയും ഉള്ളത് കൊണ്ട് ദൈവം നമ്മളോട് സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഭൗതികതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവിക ബന്ധം അരക്കിട്ടുറപ്പിക്കുന്നത്. അവർ മത്സരികളായി മാറിയെന്ന ഭൗതിക നന്മ കയ്യിൽ ലഭിക്കുമ്പോൾ തന്ന ദൈവത്തെ മറന്ന് ആദരം കൊണ്ട് പിറുപിറുത്താൽ, സ്തോത്രത്തിന് പകരം ആദരം പിറുപിറുപ്പാണെങ്കിൽ, ഇന്ന് ഞാൻ ദൈവദാസൻ എന്ന നിലയിൽ അഭിഷേകത്തോട് പറയുന്നു, സ്വർഗത്തിന് നീരസമാണോ സ്വർഗത്തിന് സ്നേഹമാണോ എന്ന് തിരിച്ചറിയാൻ ഒറ്റ സൂത്രം മാത്രമേ ഉള്ളൂ, ഒറ്റ സൂത്രവാക്യം മാത്രമേ ഉള്ളൂ: നന്ദിയുള്ള ഹൃദയം. ഒരു നന്ദിയുള്ള ഹൃദയമുള്ളവർക്ക് നന്നായിട്ട് തിരിച്ചറിയാം സ്വർഗത്തിന്റെ ദാനങ്ങൾ അവൻ തരുന്നു. അവന് നന്ദി പറയുന്നു. അവൻ തരുന്നു. അർഹതയില്ല. ദൈവത്തിന് നന്ദി. സ്തോത്രം. കൃപ എന്ന ആർക്കും. കൃപയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അർഹിക്കാത്തത് കിട്ടിയതാണ് കരുണയോ? അർഹിച്ചത് തരാതിരുന്നതാ. അർഹിക്കാത്തത് തന്നതാണ് കൃപ. രക്ഷ നമുക്ക് അർഹിക്കുന്നതല്ലായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ അർഹതപ്പെട്ടതല്ലായിരുന്നു. സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാമെന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ പോലും ഉള്ളതല്ലായിരുന്നു. നമുക്കതിന് സാധ്യതയില്ലായിരുന്നു. ഹല്ലേലൂയ. അൺമെറിറ്റഡ് ഗിഫ്റ്റ് ഓഫ് ദ ലോർഡ്, ദാറ്റ്സ് വാട്ട് വി കോൾ ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്നത് അർഹിക്കാത്ത കൃപയാ. എന്നാൽ കരുണയെന്ന് പറഞ്ഞത് ദുഷ്പ്രവൃത്തിക്ക് തല്ലുണ്ടെന്ന് ഉറപ്പായിരുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയമായിരുന്നു. പക്ഷെ അത് തരാതിരുന്നതാ ദൈവത്തിന്റെ കരുണയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത്, യഹോവേ ഹല്ലേലൂയ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് ഏതെങ്കിലും സോപ്പ് കൊണ്ട് എന്നെ ഒന്ന് കഴുകണേ. ഇന്ന് രാത്രി എങ്ങനെങ്കിലും നമുക്കൊരു കഴുകൽ പ്രാപിക്കണം ദൈവമക്കളെ. അതാ ദൈവകൃപയിൽ നിൽക്കുന്നതിൻ്റെ തെളിവ്. ശുദ്ധീകരണം പ്രാപിക്കാത്തവൻ ഒരുത്തനും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. നന്മയുടെ കൂമ്പാരത്തിൻ്റെ കണക്കും ചെയ്ത സുവിശേഷവേലയുടെ കണക്കും പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ലിസ്റ്റും പോയ രാജ്യത്തിൻ്റെ പേരും ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവമക്കളെ സ്വർഗപ്രവേശനം നടക്കത്തില്ല. വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ കുറഞ്ഞ ഒരു പ്രമാണം തിരുവചനത്തിലില്ല. ഇന്ന് രാത്രി മടങ്ങി വരൂ, സ്തോത്രത്തിലേക്ക് മടങ്ങി വരൂ. നന്ദിയുള്ള ഹൃദയത്തിനായി ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കും, ലോർഡ് ഗിവ് മീ എ ഗ്രേറ്റ്ഫുൾ ഹാർട്ട്. ഇന്ന് രാത്രി എനിക്കൊരു നന്ദിയുള്ള ഹൃദയം വേണം. ഹല്ലേലൂയ. മടങ്ങി വരികയാണ്. സങ്കടം പറയണം ദൈവത്തോട്. സങ്കടം പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സങ്കടം പറഞ്ഞ ചിലരുടെ കാര്യം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഏത് പ്രയാസത്തിലും സങ്കടം മനുഷ്യരോട് പറയല്ലേ.
പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ സങ്കടം വന്ന ഉടനെ ആരോട് പോയി പറയും? 4 പേരോട് പറയും. സങ്കടം വന്നാൽ മനുഷ്യരോട് പറയില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രൊമോഷൻ കിട്ടിയപ്പോൾ എത്ര പേര് ഒരാഴ്ചത്തെ ഉപവാസം നടത്തി വീട്ടിൽ? എല്ലാവരും കൂട്ടത്തിലുണ്ടേ? കർത്താവേ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സാലറി കൂടുതൽ കിട്ടി, അതുകൊണ്ട് 2 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. നമ്മൾക്ക് എപ്പോഴാണ് ഇതൊക്കെ നടത്തുന്നേ? പനിയും തലവേദനയും വരുമ്പോൾ. ജോലിയില്ലെങ്കിൽ ദൈവദാസനെ ഫോൺ വിളിക്കും, സഭക്കാരെ ഫോൺ വിളിക്കും, ഭയങ്കര ഉത്സവം. നാട്ടുകാരെല്ലാം അറിയും. കോഴി മുട്ടയിടുന്ന നടക്കുക എല്ലാവരും അറിയും. 50 പൈസ മുട്ടയിട്ടിട്ട് 500 രൂപയുടെ ശല്യം ഉണ്ടാക്കും. അവിടെ ചാടി ഇവിടെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. പക്ഷേ പ്രൊമോഷൻ കിട്ടിയതിന് കഷ്ടത വന്നാൽ ചോദിക്കുന്ന പെന്തിക്കോസ്തുകാരൻ്റെ ഒരു 3 അക്ഷര ചോദ്യമുണ്ട്: വൈ ലോർഡ്? എന്ത് വന്നാലും എന്നോട് എന്തിനാ ഇങ്ങനെ? നിന്നോടല്ല, പിന്നെ ആരോടാ ചെയ്യേണ്ടത്? വൈ ലോർഡ്? കർത്താവേ, എന്നോട് എന്തിനാ ചെയ്തത്? ചോദിച്ചു കേട്ട 24 മണിക്കൂർ മുട്ടുമേ നിൽക്കുന്ന വ്യക്തിയാന്ന് തോന്നും. എന്നോട് എന്തിനിങ്ങനെ ചെയ്തേന്ന്. പ്രൊമോഷൻ കിട്ടിയപ്പോൾ ചോദിച്ചോ വൈ ലോർഡ്? എല്ലാറ്റിനും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. കഷ്ടതയ്ക്കും ഉദ്ദേശമുണ്ട്, അനുഗ്രഹത്തിന് ഉദ്ദേശമുണ്ട്. മറ്റൊരാൾക്ക് കിട്ടാത്ത അർഹതയില്ലാത്ത സ്ഥാനത്ത് നിനക്ക് ജോലി തന്നെങ്കിൽ, 3 മില്യൺ ഭാരതീയർ ഈ രാജ്യത്തുണ്ടെങ്കിൽ അതിലൊരാളാക്കി നിന്നെ മാറ്റുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. 130 കോടി ജനങ്ങൾ അലലി, അതിൽ അലലിയ 80% ആഹാരത്തിന്, അന്നത്തിന് അലലി നിവൃത്തിയില്ലാതെ, വസ്ത്രം മാറി കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ, കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാതെ തെരുവിലലയുന്ന 100-ലധികം കോടി ജനങ്ങൾ ഭാരതത്തിലുള്ളപ്പോൾ 3 മില്യൺ ആൾക്കാരുടെ കൂട്ടത്തിലേക്ക്, സമൃദ്ധിയുടെ നന്മയിലേക്ക് നിന്നെ പിടിച്ചു നട്ടെങ്കിൽ, പറിച്ചു നട്ടെങ്കിൽ, ഇവിടെ ദൈവം വഴിയൊരുക്കെങ്കിൽ അതിൻ്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്നേ. മറന്നു പോകല്ലേ. വന്ന വഴി മറന്നു പോകാത്ത ഭക്തന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യം. ഹല്ലേലൂയ. സങ്കടം പറയണം ദൈവത്തോട്. ഒന്ന് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം. എല്ലാം വായിക്കാൻ സമയമില്ല, വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഉൽപ്പത്തി 29-ന്റെ 32-ാം വാക്യമാണ്. ഇവിടെ സങ്കടം പറയുന്നത് ലേയ എന്നൊരു സഹോദരിയാണ്. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് റാഹേൽ, വേറെ ആളുടെ പേര് ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ല, പഴയ നിയമമായതുകൊണ്ട് എല്ലാവർക്കും സൺഡേ സ്കൂൾ കാലം തൊട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മെസ്സേജ് മാത്രം പറഞ്ഞു പോകുക. ലേയയ്ക്ക് ഭയങ്കര സങ്കടം. അവിടെ വായിക്കുന്നു 32 എടുത്തോണ്ട് വായിച്ചു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവനെ എൻ്റെ സങ്കടം കണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് രൂപേനെന്ന് ലേ പറയാണ്, യഹോവ എൻ്റെ സങ്കടം കണ്ടു. ലേയുടെ സങ്കടമായിരുന്നു. ലേയുടെ സങ്കടമായിരുന്നു, കുഞ്ഞുങ്ങളില്ലായിരുന്നു സങ്കടമായിരുന്നു. രണ്ടാമത്തെ സങ്കടം വലിയ സങ്കടമാണ്. ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഉറക്കെ പറഞ്ഞാട്ടെ. പറയുന്നതിന് എന്താ പേടിക്കുന്നത്? നിങ്ങളുടെ കാര്യമല്ലല്ലോ, ലേയുടെ കാര്യമല്ലേ പറയുന്നത്. ആരും പേടിക്കും, നിങ്ങളുടെ കാര്യമല്ല അവർ പറഞ്ഞു കേട്ടോ. ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല. സ്തോത്രം. സ്നേഹിക്കാത്ത ഒത്തിരി കാരണങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ പാവപ്പെട്ട സഹോദരിയുടെ ഒരു കഷ്ടകാലം തന്നെയായിരുന്നു. അതിൻ്റെ 17-ാം വാക്യം വായിക്കുന്നുണ്ട്. യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്യുകയാണ്. 2 പെൺമക്കളുണ്ടായിരുന്നു. ലേയ്ക്ക് കണ്ണിന് ശോഭ കുറവായിരുന്നു. സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞതിൻ്റെ പേരിലെ അച്ചാന് പണക്കം. നിങ്ങൾ എന്നോട് പണങ്ങും ചെയ്യരുത് കേട്ടോ. ദൈവമക്കളെ, ദൈവം നമുക്കിതിനെയൊക്കെ തരുന്നത്. സ്തോത്രം പറഞ്ഞോട്ടെ. ഈ തൊലി വെളുത്താലും കറുത്താലും ചുമന്നിരുന്നത്, ഇവിടുന്ന് ഓരോന്ന് തൊലി കറപ്പിക്കാൻ വേണ്ടി കോവളത്ത് വന്ന് വസ്ത്രമില്ലാതെ കിടക്കുന്നു. ഇവിടെ നമ്മൾ ബീച്ച് തോറും കയറി നടക്കുന്നത് വെളുപ്പിക്കാൻ വേണ്ടി. എന്തോ ഒരു വിരോധാഭാസമാണ്. ഓരോ മനുഷ്യൻ്റെ കഷ്ടം. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ചിലർക്ക് വെളുപ്പ് വിഷമം, ചിലർക്ക് കറുപ്പ്. പക്ഷെ ഇതൊക്കെ ജസ്റ്റ് അറേഞ്ച്മെന്റ് ഓഫ് ദ മോളിക്കൂൾ. നിങ്ങളുടെ പുറത്തുള്ള അല്ലെങ്കിൽ ഈ തൊലി എന്ന് പറഞ്ഞ കെമിസ്ട്രി പറയുന്നത് മോളിക്കൂളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ഒരു വെയിലടിച്ച വാടിപ്പോകുന്ന നിറം. പ്രൈസ് ദി ലോർഡ്. അകത്താ സൗന്ദര്യം വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഭാര്യയ്ക്കായാലും നിങ്ങളുടെ ഭർത്താവിനായാലും പുറമേ നോക്കി ആരും സൗന്ദര്യം അളക്കരുതേ. അല്ലേ? കുടുംബ ബന്ധം അരക്കെട്ട് ഉറപ്പിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ ചോദിക്കും, അല്ലല്ലോ അവൻ എന്നെക്കാട്ടി നല്ലൊരു അച്ചായനെ കിട്ടിയല്ലോ, അടുത്ത വീട്ടിൽ അച്ചായ നോക്ക്, എൻ്റെ അച്ചായനെ കാട്ടി നിന്നെപ്പോലെ ഒരുത്തിന് ഇതല്ലാതെ ആരെ ഏൽപ്പിക്കുന്നു? അപ്പോൾ പറയൂ, എൻ്റെ ഭാര്യ അവളാണെങ്കിൽ ഞാൻ വരുമ്പോൾ തന്നെ ഓച്ചാനിച്ച് നിൽക്കുന്ന അങ്ങേ വീട്ടിലെ സൂസമ്മയെ നോക്ക്. അയ്യോ, ഇതുപോലെ ഒരെണ്ണം അല്ലായിരുന്നെങ്കിൽ ഇത്രയും നേട്ടം പിടികിട്ടുന്നില്ല. ഇതേപോലെ ഒരെണ്ണം അല്ലായിരുന്നെങ്കിൽ എവിടെ പോയി എത്തിയാന്? കൃപ പോകാതിരിക്കാൻ വേണ്ടി ദൈവം കൂട്ടി യോജിപ്പിച്ചതാ. അതിനെ മനുഷ്യൻ വേർതിരിക്കരുതെന്നാ വചനം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രമല്ല. ഇന്ന് രാത്രി ലഭിച്ചതിനൊരു നന്ദി പറയണം. ഹല്ലേലൂയ. ദൈവം തന്ന സൗന്ദര്യമാ, ദൈവം തന്ന ആരോഗ്യമാ, ദൈവം തന്ന വിദ്യാസമാ. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളതല്ല കുടുംബജീവിതം. കുടുംബജീവിതം ധന്യമായി കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. നോക്കിയേ, യാക്കോബ് രാവിലെ എഴുന്നേറ്റ് കളയ്ക്കാൻ പോവുക. ആടിനെ കൊണ്ട് പോകും. എന്തിനാ പോകുന്നത്? ലേ ഓർക്കുന്നത് എനിക്ക് സാരി വാങ്ങാൻ. അല്ലല്ല, റാഹേലിന് വേണ്ടി അച്ഛൻ ജോലി ചെയ്യാൻ
സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ സഹോദരിയാണെങ്കിലും മറ്റൊരു സ്ത്രീക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പുരുഷനെ കൂടെ സഹിച്ചല്ലോ ഈ റാഹേൽ. പക്ഷെ അവൾ അനിഷ്ട എന്ന് യഹോവ കണ്ടു. 31-ാം വാക്യം. കാരണം when God saw that she is unloved, അവളെ ആരും സ്നേഹിക്കുന്നില്ല. അപ്പന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഹല്ലേലൂയ പിടിച്ചു വലിച്ച് ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു. യാക്കോബിന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ യാക്കോബ് ഇവളെ ഹല്ലേലൂയ ഇങ്ങനെ നികൃഷ്ടിയായി കാണത്തില്ലായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം സഹോദരി റാഹേൽ പറഞ്ഞേനെ, ചേച്ചി ഹല്ലേലൂയ അങ്ങക്കൊരു വിവാഹം കിട്ടിയല്ലോ, ഇനി ഞാൻ അതിനില്ലെന്ന് പറഞ്ഞേനെ. എല്ലാ നിലയിലും തള്ളപ്പെട്ട് നിൽക്കുമ്പോൾ സ്വർഗം കണ്ടു അവൾ അനിഷ്ടയാണെന്ന്. ആരും നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നീ ഭാരപ്പെടേണ്ട. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ നിറം നോക്കാതെ, നിന്റെ നില നോക്കാതെ, നിന്റെ നിലവാരം നോക്കാതെ, നിന്റെ വിദ്യാഭ്യാസം നോക്കാതെ നിന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ. കാലപ്പഴക്കത്തിൽ എന്ത് സംഭവിച്ചു? ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഇന്ന് രാവിലെ ഓർപ്പിച്ച പ്രകാരം 12 മക്കളെയും കൈ ഉയർത്തി കട്ടിലിൽ ചാരി ഇരുന്നു കൊണ്ട് വടിയുടെ അറ്റത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്ന യാക്കോബ് അനുഗ്രഹം ചൊരിഞ്ഞ് 12 മക്കളെയും യോസഫിന്റെ 2 കൊച്ചുമക്കളെയും അനുഗ്രഹിച്ചിട്ട് ഒടുവിലായി ഉൽപ്പത്തി 49, 30, 31 വാക്യം വായിക്കുമ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നടന്ന ശവസംസ്കാരത്തിന്റെ ശുശ്രൂഷയുടെ കണക്ക് പറയുകയാണ്. എഫ്രാത്തിലെ എഫ്രാത്തിലെ ആ നിലം ഞങ്ങൾ വാങ്ങിച്ചിട്ട്, കുടുംബപരമായി നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെയാണ് അബ്രഹാമിനെ അടക്കിയത്, അവിടെയാണ് അവൻ്റെ ഭാര്യയായ സാറയെ അടക്കിയത്, അവിടെയാണ് ഇസഹാക്കിനെ അടക്കിയത്, അവിടെയാണ് തൻ്റെ ഭാര്യയായ റിബേക്കയെ അടക്കിയത്. അവിടെ ഞാൻ ലേയും അടക്കി. റാഹേലെ നീ എവിടെ പോയി? എഫ്രാത്തിനരികെയുള്ള വഴിയിരികിൽ ബെത്ലഹേമിൻ്റെ വക്കോളം എത്തിയപ്പോൾ അവൾ അവിടെ പട്ടുപോയി. സ്തോത്രം. ഇന്ന് നിന്നെ എല്ലാവരും തള്ളപ്പെട്ടാൽ ഓർത്തോണം, നിന്റെ ഒടുക്കം നന്നായിരിക്കും. നിന്റെ ഒടുക്കം നന്നായിരിക്കും. ആരൊക്കെ നിന്നെ ചവിട്ടി പുറത്താക്കിയാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്റെ തുടക്കത്തിനപ്പുറത്ത് നിനക്കൊരു ഒടുക്കം, അവസാനം വിശുദ്ധന്മാരുടെ കല്ലറയ്ക്കോടെ ചേർത്ത് നിനക്കൊരു ഉയർപ്പുണ്ടാകുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു. നിന്റെ ഭർത്താവ് നിന്നെ ഇഷ്ടപ്പെട്ടാലും, ഭാര്യ നിന്നെ തള്ളിപ്പറഞ്ഞാലും, സഭക്കാര് നിന്നെ ചവിട്ടി പുറത്താക്കിയാലും, മക്കൾ നിനക്ക് വിടക്കെന്ന് പറഞ്ഞാലും, ലോകം നിന്നെ തള്ളിക്കറഞ്ഞാലും, ഇന്ന് രാത്രി ഉയർപ്പിൻ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിലും വലിയ ഭാഗ്യം എന്താ? റീബാന മങ്ങിയ നിറത്തെ നോക്കി, മങ്ങിയ ഭൗതികത്തെ നോക്കി, തകർന്നതിനെ നോക്കി ഇന്ന് രാത്രി നിലവിളിക്കാതെ ആത്മാവ് വിളിച്ചു പറഞ്ഞാട്ട്, എന്നെ അറിയുന്ന ദൈവത്തെ എനിക്കറിയാവുന്നത് കൊണ്ട് എന്റെ വലങ്കരം പിടിച്ചവനെ, എന്റെ അപ്പനേക്കാൾ, എന്റെ ഭർത്താവിനേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ കുഞ്ഞുങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അരിമനാഥനെ കണ്ടുമുട്ടിയതാ എന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ സ്തോത്രം ചെയ്യുവാൻ എത്ര പേര് ഇന്ന് രാത്രി തയ്യാറാകും? ഹല്ലേലൂയ. അവള് പറയുക, എന്റെ സങ്കടം ദൈവം കണ്ടെന്ന്. അവിടെ സങ്കടമായിരുന്നു, സങ്കടം നിറഞ്ഞ ജീവിതമായിരുന്നു. അതിനെനിക്കൊരു ദൈവം തലമുറയെ തന്നു. അവിടെ വിശ്വാസം, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും. മോന് പേരിട്ട് രൂപൻ. ഒന്നും നടന്നില്ല, അച്ചായന് സ്നേഹം ഒന്നും കൂടിയില്ല. 33-ാം വാക്യം. വീണ്ടും അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു. ഒന്നും നടന്നില്ല. അടുത്ത 34-ാം വാക്യം. വീണ്ടും അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടും. ഞാൻ അവന് 3 മക്കളെ പ്രസവിച്ചല്ലോ, അവന് ലേവി എന്ന് പേരിട്ടു. ഇനി 35-ാം വാക്യം വായിച്ചു. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, 1-ാമത്തെ മകൻ ജനിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവിനെ ഇപ്പം ഇഷ്ടപ്പെടും. 2-ാമത്തെ മകൻ ജനിച്ചു, 3-ാമത്തെ മകൻ ജനിച്ചു. അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവിന് എന്നോട് ഒത്തിരി ഇഷ്ടമാകും. അവൾക്ക് മനസ്സിലായി വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അച്ചായ സ്നേഹിക്കും, ഭാര്യ സ്നേഹിക്കും, പിള്ളേർ സ്നേഹിക്കും, ഇതൊന്നും കിട്ടിയിട്ട് ഒരു കാര്യമില്ലെന്ന്, നടക്കാനും പോകുന്നില്ലെന്നേ. അവസാനം അവൾ പറഞ്ഞു ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് മോന് യഹൂദ എന്ന് പേരിട്ടു. ഇതാ ആരാധന എന്ന് പറയുന്നത്. Whether he loves me or not, I don't care about that, but I care about to worship the Lord. ഇന്ന് രാത്രി ആരെന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ യഹോവയെ സ്തുതിക്കും. ഇന്ന് രാത്രി ഹെബ്രോന്റെ മുറിക്കകത്ത്, ആ കൊച്ചു കൂടാരത്തിനകത്ത് ദുഃഖിതയായിരുന്നു കൊണ്ട് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞു, ആരെന്നെ ഇഷ്ടപ്പെട്ടാലും ആരെന്നെ അംഗീകരിച്ചാലും, ഈ മുറിക്കകത്ത് ഞാൻ ഒറ്റപ്പെട്ടാലും ഒറ്റിക്കൊടുക്കപ്പെട്ടാലും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ യഹോവയെ സ്തുതിക്കും. സ്വർഗം ചലിക്കാൻ തുടങ്ങി, സ്വർഗം വിറയ്ക്കാൻ തുടങ്ങി, സ്വർഗം അണ്ടർലൈൻ ചെയ്തു. ലെറ്റ് ദാറ്റ് ട്രൈബ് കം ടു മീ. ആ ഗോത്രം ഇങ്ങ് പോരട്ടെ. യഹൂദയെ ദൈവം ഇങ്ങ് തിരഞ്ഞെടുത്തു. സ്തുതിക്ക് യോഗ്യനായവൻ പിറന്നു വീഴുവാൻ യഹൂദ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഇന്ന്
രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു ക്രിസ്തു യഹൂദ ഗോത്രത്തിലെ സിംഹമായി പുറത്തു വന്നതിന്റെ കാരണം ഒരു മാതാവ് സ്തുതിക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ദൂത് പറയുന്നു, നീ സ്തോത്രം പറയുന്നിടത്ത് ഹല്ലേലൂയ ഒരു പുകഴ്ച പുറത്തു വരും. ഇന്ന് രാത്രി നിരാശയുടെ വാക്ക് അവസാനിപ്പിച്ചിട്ട് ശൂന്യത കണ്ട അതേ മണ്ണിൽ തുള്ളിച്ചാടി ഒരു സ്തോത്രം പറയുവാൻ ഞാൻ യഹോവയെ സ്തുതിക്കും. എത്ര പേര് അതിരം തുറക്കും ഇന്ന് രാത്രി? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ bitterness, in the midst of my anguish, in the midst of my pain and chain, I begin to worship the Lord regardless of the circumstances. I will worship the Lord. എത്ര പേര് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കും? അവിടെ സ്തുതിക്ക് യോഗ്യൻ ഇറങ്ങി വരും. അവിടെ സ്തുതിക്ക് യോഗ്യൻ ഇറങ്ങി വരും. നിന്റെ നിന്നയുടെ മേൽ പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇവിടെ ദൈവ സാന്നിധ്യം അങ്ങനെ ഇറങ്ങി വരികയാ. സ്തോത്രത്തിന്മേൽ സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രം. നിരാശ അകത്തുണ്ട്, എനിക്കറിയാം. ഹൃദയം മുറിഞ്ഞ വേദന എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് കൈ പൊക്കാൻ പറ്റത്തില്ല, എനിക്ക് നന്നായിട്ടറിയാം. കാല് ചലിപ്പിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മ പറയുന്നു, മകളെ, അതുള്ളപ്പോൾ തന്നെ സ്നേഹിത, നാളെ എന്താണെന്ന് നിനക്കറിയത്തില്ല. കുഞ്ഞിന്റെ ഭാവി ഓർത്ത് വിങ്ങിയ ഹൃദയവുമായി കത്തി കൊണ്ട് വെട്ടുകേട്ട ഒരു ഹൃദയം പോലെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിന്റെ ജീവിതത്തിലുണ്ടായ അനർത്ഥ നിമിത്തം, വേർപാട് നിമിത്തം, വേദന നിമിത്തം ഉടഞ്ഞ ഹൃദയത്തോടാ ഇന്ന് രാത്രി നീ ശുശ്രൂഷിക്കുന്നത്, നീ പാടുന്നത്. പക്ഷെ ആത്മാവിൽ ദൂത് പറയുന്നു, അതിന്റെ നടുവിലും ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. ഇന്ന് രാത്രി ചില ഗോത്രങ്ങളെ ദൈവം പുറത്തെടുക്കാൻ പോകുക, ചില തലമുറകളെ ദൈവം പുറത്തെടുക്കാൻ പോകുക. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്തുതിയുടെ കേന്ദ്രമാക്കി ആരാധിക്കുന്ന വർഷിപ്പ് ലീഡേഴ്സിനെ ആലയത്തിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സഭയിൽ വെളിപ്പെടട്ടെ. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? നിന്റെ മുറിവ് സ്വർഗത്തിന് സന്തോഷമായി. നിന്റെ മുറിവ് സ്വർഗത്തിന് സന്തോഷമായി. നിന്റെ വേദനയാ സ്വർഗത്തിന്റെ സ്വത്ത്. നിന്റെ വേദനയാ സ്വർഗത്തിന്റെ സ്വത്ത്. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവദാസ, ഞാനും നിങ്ങളും അനുഭവിച്ച കഷ്ടതയുടെ 100 അനുഭവിച്ച പലരും ഇന്ന് കൃപയിലില്ല. ഞാനും നിങ്ങളും കടന്നുപോയ വൈഷമ്യത്തിന്റെ അയൽവക്കത്തൂടെ പോയവർ കരിഞ്ഞ് ചാമ്പലായി. പക്ഷെ ഇന്ന് നമുക്ക് പാടാൻ പറ്റിയില്ലേ? ഇന്ന് സ്തോത്രം പറയാൻ പറ്റിയില്ലേ? അനുഭവമുള്ളവർ വിളിച്ചു പറഞ്ഞാട്ടെ, യെസ്, ദാറ്റ്സ് മൈ ടെസ്റ്റിമണി, ദാറ്റ്സ് മൈ ടെസ്റ്റിമണി. ഹല്ലേലൂയ. ദാനിയേൽ 3-ാം അധ്യായം. ഇതാ കയ്യും കാലും കെട്ടപ്പെട്ടവരായി 3 എബ്രായ ബാലന്മാരെ, ഹനന്യാവ്, മീശാൽ, അസര്യാവ്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ കൊണ്ടുപോകുന്നത് സാധാരണ വ്യക്തികളല്ല. നെബൂഖദ്നേസർ രാജാവിന്റെ സ്വർണ്ണ ബിംബത്തിന്റെ മുമ്പിൽ തലവണങ്ങാത്ത അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്നത് സൈന്യത്തിലെ ബലശാലികളാ, മസിലുള്ളവരാ, കഴിവുള്ളവരാ, ആരോഗ്യമുള്ളവരാ. സാധാരണ വലിച്ചോണ്ടല്ല പോകുന്നത്, ചുമന്നുകൊണ്ടാ പോകുന്നത്. 7 മടങ്ങ് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീച്ചുളയുടെ വക്കിലെത്തി വലിച്ചെറിയുമ്പോൾ നാം വായിക്കുന്നു, എറിഞ്ഞവർ കരിഞ്ഞ് ചാമ്പലായി, എറിഞ്ഞവർ കരിഞ്ഞ് ചാമ്പലായി, വീണവർ കെട്ടഴിഞ്ഞ് നടക്കുന്നു. എൻ്റെ സാക്ഷ്യമാ, നിങ്ങളുടെ സാക്ഷ്യമാ. നിങ്ങൾ അനുഭവിച്ച ചൂടിന്റെ അയൽപക്കത്ത് വന്ന പലരും കരിഞ്ഞുപോയി. നിങ്ങളുടെ ശുശ്രൂഷയുടെ ഹല്ലേലൂയ അനുഭവിച്ച വേദനയുടെ അടുത്ത് വന്നവർ പലരും ചാമ്പലായപ്പോൾ ഇന്നും പുസ്തകമെടുത്ത് പ്രസംഗിപ്പാൻ, ഇന്നും ആത്മാവിൽ പാടാൻ, ഇന്നും ശുശ്രൂഷിപ്പാൻ, ഇന്നും സ്തോത്രം ചെയ്യുവാൻ, ഇന്ന് രാത്രിയിലും തുള്ളിച്ചാടി ദൈവത്തെ ആരാധിപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ഒരുവനെ എനിക്കറിയാം. ആ 4-ാമൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെന്ന്. ആത്മാവിൽ ദൂത് പറയുന്നു. എന്റെ പ്രസംഗം എങ്ങോട്ട് പോയാലും എനിക്ക് വിഷയമല്ല. പരിശുദ്ധൻ വെളിപ്പാട് പറയുന്നു, ഞങ്ങളുടെ വീട്ടിൽ 5 പേര്, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾക്ക് 3 ആൺമക്കളാ. ഞങ്ങളുടെ കഷ്ടതയുടെ വേളയിൽ ഇറങ്ങി വന്ന ഒരു 6-ാമനെ എനിക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്? എണ്ണം എടുത്ത് പറഞ്ഞാട്ടെ. ഒരു 3-ാമൻ, ഒരു 4-ാമൻ എന്റെ അഗ്നിയിൽ ഇറങ്ങി വരുന്ന എന്റെ സഭയിൽ 1000 പേര്, ഒരു 1001-ാമന്, 200 പേര്, ഒരു 201-ാമൻ ഇന്ന് രാത്രി വെളിപ്പെട്ട് നിൽക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. മനസ്സിലാക്കിയവർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം. ഒരു 4-ാമൻ, ഒരു 6-ാമൻ നിന്റെ കുടുംബത്തിന്റെ എണ്ണം ചേർത്ത് വെച്ചിട്ട് ഇതാ ഒരുവൻ ഇറങ്ങി വരുന്നു. അഗ്നിജാലക്കത്ത കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശമായ കാലുള്ളവൻ. ആര് കത്തിച്ച തീയാണെങ്കിലും, ആര് ആഴിയുടെ ആഴം കൂട്ടിയാലും, ആരെരുതിയിലേക്ക് വലിച്ചെറിഞ്ഞാലും അതിന്റെ ബലത്തെ കെടുത്തുന്ന ഉന്നതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നീ പറയും, നിന്റെ വേദന ഇതെവിടെ കൊണ്ട് തീരുമെന്ന്. സ്വർഗം പറയുന്നു, എന്നുള്ള വേദന നൽകുന്ന ശോധന
ഇന്നുള്ള ശോധന നൽകുന്ന വേദന. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിച്ചാശ്രയി ആനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയി ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ യേശു എൻ ദാനം, അന്യനാ ഭൂവിലും നാൾ. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, ഓ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ, വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതലറിയും ഞാൻ. അനാദിനാഥൻ യേശു എൻ ദാനം, അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ക്രിസ്തുവിൽ സദാ. സ്വർഗത്തിലെന്താനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെന്താന ഭദ്രം സുശോഭന. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപ് എന്താനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപ് എന്താനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. അനാദിനാഥൻ യേശു എന്താനാ, അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി. കരങ്ങളെ അടിച്ച് ഓ ധന്യന ക്രിസ്തുവിൽ സദാ. പാപത്തിനിച്ഛകൾ പാരിൻ പുകഴ്ചകൾ, പാപത്തിനിച്ഛകൾ പാരിൻ പുകഴ്ചകൾ. മൺമയക്കും കാഴ്ചകൾ വിൺമയേരിൻ വീഴ്ചകൾ, മൺമയക്കും കാഴ്ചകൾ വിൺമയേരിൻ വീഴ്ചകൾ. ഒന്നിലും എൻ മനം ഏതുമേ മയങ്ങിട, ഒന്നിലും എൻ മനം ഏതുമേ മയങ്ങിട. അനാദിനാഥൻ യേശു എന്താനാ, ഓ അന്യനാ ഭൂവിലും നാൾ. ധന്യനാ ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും നാൾ. ധന്യന ക്രിസ്തുവിൽ സദാ. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. ഓ വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. വിശ്വസിച്ചാശ്രയി ആനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയി ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ യേശു എന്താനാ, ഓ അന്യനായി ആ ധന്യന ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും നാൾ. ധന്യന ഞാൻ ക്രിസ്തുവിൽ സദാ, അന്യനായി ഭൂവിലും നാൾ. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. ദൈവദാസ ഇന്നുള്ള വേദന, ദൈവദാസി ഇന്നുള്ള ശോധന വിഷമമുള്ളതാ കേട്ടോ, കുത്തുന്ന മുള്ളു പോലെ. പക്ഷെ ഇതിന്റെ വില പൊന്നിനേക്കാൾ വലുതാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയും. അനാദിനാഥൻ യേശുവൻ ധനം, അത് മതി എനിക്ക്. എൻ്റെ സങ്കടം നീ ദൈവത്തോട് പറഞ്ഞാട്ട് പോകാൻ മുന്നോട്ടല്ലേ. രണ്ടാമതൊരു സങ്കടം നമുക്ക് വായിക്കാം. ശൂന്യമാക്കുന്നത് കാണുമ്പോൾ മാറത്തടിച്ച് നിലവിളിക്കാതെ ദൈവസന്നിധിയിൽ മുഖമമർത്തി കരഞ്ഞു പ്രാർത്ഥിക്കൂ, സങ്കടം പറയൂ. ദൈവം നിന്റെ സങ്കടം കാണുന്നവനാ.
ഉൽപ്പത്തി പുസ്തകം 41 വളരെ പരിചയമുള്ള യോസഫിൻ്റെ 2 ചരിത്രം. സ്തോത്രം. 41 52 വാക്യം, 51 52, 42 21 വാക്യം. 2 വാക്യങ്ങളിൽ യോസഫിൻ്റെ സങ്കടം കാണുന്നുണ്ട്. 42 21 വാക്യത്തിൽ 10 സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്ന സംഭവമാണ്. യോസഫിനെ കണ്ടിട്ട് യോസഫാണെന്ന് അറിയാതെ മടങ്ങിപ്പോകുന്ന യാത്രയിൽ സഹോദരന്മാർ പറയുന്ന, ഇത് നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ട് അവന് ചെവി കൊടുക്കാഞ്ഞത് കൊണ്ട് വന്നു ഭവിച്ചതാ. അപ്പം അതിനകത്തെ അർത്ഥമുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് പൊട്ടക്കിണറ്റിലോട്ട് തള്ളിയെറിയുമ്പോൾ കയ്യിലിരുന്ന ആഹാരം തട്ടിപ്പറിച്ച് വലിച്ച് താഴേക്കിടുമ്പോൾ, വസ്ത്രം വലിച്ചു കീറുമ്പോൾ, 20 വെള്ളിക്കാശ് വിലയിട്ട് വിൽക്കുമ്പോൾ, ചെരുപ്പ് പോലും ഇല്ലാതെ നഗ്നപാതനായി വലിച്ചിഴക്കപ്പെട്ട് മിദ്യാനെ കച്ചവടക്കാരെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ തിരിഞ്ഞു നോക്കി ചേട്ടന്മാരെ നോക്കിയപ്പോഴും നമ്മൾ അവൻ്റെ പ്രാണസങ്കടം കണ്ടില്ല. പക്ഷെ സ്വർഗം അത് കണ്ടായിരുന്നു. പ്രാണസങ്കടം കണ്ടില്ലെന്ന് എത്രയോ പ്രാവശ്യം തിരിഞ്ഞു നോക്കി ആരെങ്കിലും ഒന്ന് വരുമോ എന്ന്. ഹല്ലേലൂയ. ആ യോസഫ് 41 51 52 അത് മാത്രം ഒന്ന് വായിച്ചാട്ടെ. യോസഫ് മക്കൾക്ക് പേരിടുക. സ്തോത്രം. യോസഫിന് ഇസ്രയേലിൽ ഇപ്പോൾ മന്ത്രിയൊക്കെയായി മാറി. പറവോൻ തന്നെ കല്യാണമൊക്കെ ആലോചിച്ചു. ഒരു ഭാര്യയെ കൊടുത്ത്, പേരെന്താ അറിയാവുന്നവർ പറഞ്ഞോട്ടെ. അത് പോയി. നമ്മൾ വല്ലവൻ്റെ ഭാര്യയുടെ കാര്യമുണ്ട്, നമുക്കെന്തല്ലേ പേര്. ആസനത്താണ്. ജോസഫിനൊരു പേരിട്ടായിരുന്നു. എന്തായിരുന്നു? സാപ്പനത്ത് പനേഹ്. പലപ്പോഴൊക്കെ ഒന്ന് വൈകിട്ടൊക്കെ ചുമ്മാ തുറന്ന് നോക്കണ സമയം കിട്ടും. ഇന്നലെ ഞാൻ രാത്രി പറഞ്ഞു. ഓക്കെ, ഉറക്കം വരാതിരിക്കുമ്പോഴൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഓർമ്മ. ഈ പേരൊക്കെ കേട്ട് ആരാ ഉറങ്ങാതിരിക്കും? സാപ്പനത്ത് പനേഹ്. പിന്നെ ജോസഫിൻ്റെ അമ്മായിപ്പൻ്റെ പേരെന്താ? അതും പോയി. ജോസഫിന് ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുണ്ടെങ്കിൽ ആരോടായിരിക്കും? പോത്തിഫറിനോട്. നിങ്ങൾക്ക് വിരോധമുള്ള ആളുടെ പേരൊന്ന് ഓർത്ത മനസ്സിൽ. ഇപ്പം അവിടെ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നുകൊണ്ട് നിങ്ങളോടൊഴിച്ച് ബാക്കി എല്ലാവരോടും വിരോധമാണ്. അപ്പം നമുക്ക് ഞാൻ പറയും, ഇനി എന്തിനാ? എനിക്ക് വേറെ വിരോധമൊന്നുമില്ല, ഒരു വിഷമമൊന്നുമില്ല. പക്ഷേ ആളിൻ്റെ മുഖം കാണുമ്പോൾ നമുക്ക് പഴയ കുടുംബചരിത്രമല്ല ഓർമ്മ വരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നല്ല കൈയടിച്ച് ആത്മാവിൽ നിന്നെയും കൊല്ലും ഞാനും ചാവുമ്പോൾ നമ്മൾ ഇരിക്കുകയാണ്, വളരെ ത്രില്ലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സഹോദരി ഇങ്ങോട്ട് കയറി വന്നാലോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സഹോദരൻ നടന്നു പോയാലോ? അപ്പോഴേ നമ്മൾ അടിപിടി നോക്കിയിട്ട് 10 വർഷം മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. ജോസഫ് കുറച്ച് നാളായിട്ട് മറക്കാൻ ശ്രമിക്കുന്ന ഒരു വീട്ടാണ് പോത്തിഫറിൻ്റെ വീട്. ചേട്ടന്മാർ പോട്ടെ, അവർ അസൂയ കൊണ്ട് ആന്ന് വിറ്റെന്ന് വെക്കാം. കാരണം അസൂയ കൊണ്ടല്ലേ വിറ്റത്. കാരണം ഇവൻ രാജാവായ ഞങ്ങൾ പ്രജകളായിരിക്കണമെന്ന് ഓർത്ത് വിറ്റത്. പിന്നെ വിറ്റ കൂട്ടത്തിൽ 20 കാശും കിട്ടി. ഞാൻ ഉടുപ്പിൻ്റെ പേരിലായി പ്രശ്നം ഉണ്ടായത്. പിന്നെ വേറെ ഒന്നും വിഷയങ്ങളുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല, ഒക്കെ നമ്മളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് വിറ്റു. അവസാനം ഇവിടെ വന്നപ്പോൾ ഒരു ജോലി ഒരു പ്രശ്നവുമില്ല. നല്ല ജോലി ചെയ്ത് വീട്ടു ജോലി ചെയ്ത് തൂത്ത് വൃത്തിയാക്കൊണ്ടിരിക്കുമ്പോഴാണ് അപവാദം പറഞ്ഞാണ് എവിടെ ആയത്? ജയിലില്ല. ഇത് മറക്കാൻ പറ്റും നിങ്ങൾക്ക്? ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ പ്രതികളാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അരിശം വരുന്നത്. അപ്പം പുള്ളി ഓർത്തു, ഇനി രാജാവായാലും ഇനി ആരുടെ കാര്യം ഓർക്കത്തില്ല. പോത്തിഫറിൻ്റെ കാര്യം ഓർത്താലല്ലേ അമ്മമ്മയുടെ കാര്യം ഓർക്കേണ്ടി വരത്തുള്ളൂ. പക്ഷേ അമ്മായിപ്പൻ്റെ പേര് പോത്തിഫർ എന്നാണ്. ദൈവം ഇങ്ങനെയാണ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഓനിലെ പുരോഹിതനായ പോത്തിഫറയുടെ മകൾ ആസനത്തിന് അവന് ഭാര്യയെ കൊടുത്ത്. ക്ഷമ പഠിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവൻ തൊട്ടടുത്ത് വീട് വാങ്ങും. ഇനി ഇവൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത സഭയിൽ പോകുമ്പോൾ ഇതാ വരുന്ന അവൻ കൂടും കിടക്കിയെടുത്തോണ്ട് നമ്മുടെ പുറകെ. ഇങ്ങനെ ദൈവം നമ്മളെ ആത്മാവിൽ കരുത്തന്മാരാക്കി മാറ്റും. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. എന്തെല്ലാം വന്നാലും ഞാൻ മലബാറിലോട്ടില്ല, അവിടെ കൊണ്ടുവന്ന് ദൈവം ശുശ്രൂഷ വില ഓടിക്കും. ഇനി നോർത്ത് ഇന്ത്യയിലോട്ട് ഞാനില്ല. ബോംബെ കിടന്ന് പച്ചവെള്ളം കുടിച്ച് കട്ടപ്പെട്ട് ഓടെ തല്ലും കൊണ്ടതാ. ഇനി മേലെ പോകത്തെന്ന് പറയുമ്പോഴേ ഒരു ദർശനം, മഹാരാഷ്ട്രയിലേക്കുള്ള ദർശനം. ദൈവം ഇങ്ങനെ നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ആ ജോസഫ് പറയുകയാണ്, ദൈവം എന്നെ സങ്കടദേശത്ത് വർദ്ധിപ്പിച്ചു. ഇത് വന്നപ്പോൾ മുതൽ എനിക്ക് സങ്കടദേശമാണ്. വന്ന യാത്ര മുഴുവൻ സങ്കടം. ഓരോ വീടും എടുത്താൽ കാരാഗ്രഹം സങ്കടദേശമായിരുന്നു. പോത്തിഫറിന്റെ വീട് സങ്കടദേശമായിരുന്നു. എൻ്റെ വില പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഇടിഞ്ഞുപോയി. എനിക്ക് 20 വെള്ളിക്കാശേ എൻ്റെ അച്ചാച്ചന്മാർ വിലയിട്ടോ. ഇതെല്ലാം സങ്കടമായിരുന്നു. പക്ഷെ ഇന്ന് അവൻ പറയുക, God made me to be enlarged in the land of my affliction. എൻ്റെ സങ്കടദേശത്ത് എവിടെ എൻ്റെ ചുട് കണ്ണുനീർ വീണോ അവിടെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ദൈവം അവിടെ വർദ്ധിപ്പിക്കും. സങ്കടം കണ്ടാൽ ദൈവത്തിന് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈസ്. ഞാൻ ദൂത് പറയാൻ പോകുക. ആ ജോസഫ് പിന്നീടല്ലേ അവസരം കിട്ടിയപ്പോൾ തൻ്റെ കിടക്കരികിലേക്ക് 10 സഹോദരന്മാരെ വിളിച്ചു നിർത്തി പറഞ്ഞൊരു ദൂതുണ്ട്. ഉൽപ്പത്തി 50-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം കാണാതറിയാം നിങ്ങൾക്ക്. നിങ്ങൾ എൻ്റെ നേരെ, അറിയാവുന്ന ഉറക്കെ പറഞ്ഞാട്ടെ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ അത്
ഗുണമാക്കി മാറ്റി. എൻ്റെ സങ്കടം കണ്ട ദൈവം നിങ്ങൾ വിചാരിച്ച ദോഷത്തെ, ആ 10 ദോഷം പറയണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും പോകും, അതുകൊണ്ട് സമയമില്ലെങ്കിൽ ഓടിച്ചു പറഞ്ഞു പോകാം. രൂപേനെ, നീ വിചാരിച്ചു കുഴിയിൽ വീണവരാരും ഇതുവരെ കയറിയിട്ടില്ലെന്ന്. നീ വിചാരിച്ച ദോഷത്തെ നോക്കൂ, ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടോ, ദൈവം അത് ഗുണമാക്കി മാറ്റൂ. ശിമയോനെ, നീ വിചാരിച്ചു കയ്യിലിരിക്കുന്ന ഭക്ഷണപ്പൊതി തട്ടിയെടുത്താൽ ജീവിതകാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കത്തില്ലെന്ന്. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ കൂട്ടം കണ്ടോ, മിസ്രൈമിലെ സകല കറവലകളും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കത്തക്കവണ്ണം നീ വിചാരിച്ച ദോഷത്തെ ദൈവം ഗുണമാക്കി മാറ്റി. റീബാന ഹത്തുരാധകന, ലേവി, നീ വിചാരിച്ചു എൻ്റെ ഉടുപ്പ് വലിച്ചു കീറി കാടിന്റെ ചോരയിൽ മുക്കി നാട് കടത്തിയാൽ ജീവിതകാലത്ത് നല്ല വസ്ത്രം ധരിക്കത്തില്ലെന്ന്. പക്ഷെ നീ കണ്ടോ, നേർമയുള്ള വസ്ത്രം ധരിപ്പിക്കത്തക്കവണ്ണം സ്വർഗം നിങ്ങൾ വിചാരിച്ച ദോഷത്തെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി. നിങ്ങൾ വിചാരിച്ചു അല്ലലിയ, ജീവിച്ചിരിക്കുമ്പോൾ ചത്തെന്ന് മരിച്ചെന്ന് പറഞ്ഞു പരത്തിയാൽ ജീവിതകാലത്ത് ഒരിക്കലും ഇവൻ പേരുണ്ടാകത്തില്ലെന്ന്. പക്ഷെ മിസ്രൈം മുഴുവൻ അറിയപ്പെടുന്ന, എൻ്റെ വാക്കിന് പോലും വിലയാ എന്നെ മാറ്റിമറിച്ച നിങ്ങൾ വിചാരിച്ച ദോഷത്തെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി. എത്ര പേർ കർത്താവിന് നന്ദി പറയും? ആര് നിങ്ങൾക്കെതിരെ ദോഷം വിചാരിച്ചാലും സ്വർഗം അതിനെ ഗുണമാക്കി മാറ്റും. ചേട്ടന്മാരെ, നിങ്ങൾ വിചാരിച്ചു എൻ്റെ വില 20 വെള്ളിക്കാശാണെന്ന്. 10 പേരും വീതം വെച്ചപ്പോൾ നിങ്ങൾക്ക് 2 വീതം കിട്ടി. പക്ഷെ ഇന്ന് എൻ്റെ വില അറിയാമോ? മിസ്രൈമിൽ എൻ്റെ രഥം കണ്ടാൽ മുട്ടുമടക്കാത്തവൻ ആരുമില്ല. എൻ്റെ വാക്കിന് വിലയാ, എൻ്റെ നോട്ടത്തിന് വിലയാ. മിസ്രൈമിലെ സകല സ്വത്തുക്കളും എൻ്റെ പേരിൽ 5 ഇരട്ടി ഓഹരിയായി തരത്തക്കവണ്ണം എൻ്റെ വില മാറ്റിയ ഒരു ദൈവമുണ്ട്. നിങ്ങൾ വിചാരിച്ച ദോഷത്തെ ദൈവം എനിക്ക് ഗുണമാക്കി മാറ്റി. സങ്കടം കണ്ടാൽ അവിടെ ഒരു വർധനവ് വെളിപ്പെട്ടു വരും. നിങ്ങൾ അറിയുന്ന, നിങ്ങൾ ഇന്ന് രാത്രി ഹൃദയം നുറുങ്ങി പറയുന്ന സങ്കടത്തെ ദൈവം ഗുണമാക്കി മാറ്റും. പിശാച്, നീ അലറി എത്ര ശൂന്യത വരുത്തിയാലും വാഗ്ദത്തം ഉള്ളിടത്തോളം ഞങ്ങൾ പറയേണ്ടവനോട് കാര്യം പറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കടം ദൈവം എനിക്ക്, ഹല്ലേലൂയ, എൻ്റെ സങ്കടം അറിഞ്ഞ്. ഇസ്രായേൽ മക്കളുടെ സങ്കടം നിങ്ങൾക്കറിയാം, അതെനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. ദാവീദിൻ്റെ ഒരു സങ്കടം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകുക. 2 ശമൂവേൽ, ഹല്ലേലൂയ, അതിൻ്റെ 16 അധ്യായത്തിൻ്റെ 12 വാക്യം. 2 ശമൂവേൽ 16:12. ദാവീദ് പറയുന്നുണ്ട്, താൻ ഇങ്ങനെ ഹവീല കയറ്റം ഇങ്ങനെ കയറി വരികയാണ്. ശൗലിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ശിമയി എന്ന ഒരുത്തൻ പൂവഴി വാരിയിട്ട് ആരെ എറിയുക? ശൗലിനെ എറിയുക. സ്തോത്രം, ദാവീദിനെ എറിയുകയാണ്. ദാവീദിനോട് പറ, രക്തപാതക, നീജ, പോ. കൂടെ നടക്കുന്ന യോവാബ് പറഞ്ഞ്, ഞാൻ ഒറ്റ കുത്തിനിവനെ എന്ത് ചെയ്യാം? നമ്മളാണെങ്കിൽ പറഞ്ഞ്, ഞാൻ എപ്പോൾ വെട്ടാൻ പറഞ്ഞു ചോദിച്ചേ. എനിക്കോ വേണ്ട, അച്ഛൻ എന്ത് ചെയ്യണം? നമ്മളങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന. കർത്താവേ, ഞാൻ ആ കുഞ്ഞമ്മയോട് ക്ഷമിച്ചിരിക്കുന്നു, എന്നാലും നീ ഇടപെട്ടോണേ പ്രാർത്ഥനയിൽ. കർത്താവേ, എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ മുമ്പാകെ എൻ്റെ ജീവിതം ഒന്ന് തെളിയിക്കണേ. അതിൻ്റെ അർത്ഥം നമ്മളൊരു വാള് കൊണ്ട് വെട്ടണം എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? ദൈവമക്കളെ, ഇതൊക്കെ അവിടെ മാറ്റി വെച്ചാട്ട് ദാവീദ് പറഞ്ഞു, വേണ്ട, ദൈവം എൻ്റെ സങ്കടം കണ്ടിട്ട് ഇവൻ്റെ ശാപത്തെ എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും. Can you believe that? What the people say, let them say hallelujah. If they curse, let them curse hallelujah. അവർ ശപിക്കുന്നെങ്കിൽ ശപിക്കട്ടെ, അവർ ഹല്ലേലൂയ പറയുന്നെങ്കിൽ പറയട്ടെ. അതിനെ കൂടെ ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ദൈവം എൻ്റെ സങ്കടം കണ്ടിട്ട് ദൈവം ഇതിനെ അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് രാത്രി ചിലരുടെ കണ്ണുനീരിന്ന് ഒടുക്കുന്ന ആ കണ്ണുനീരിൻ്റെ പേര് ലോകത്തിൽ ആർക്കും അറിയത്തില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ ബ്ലഡ് കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സകല റിപ്പോർട്ട് അവർ തരും, അല്ലേ? നമ്മൾ പോലും അതിശയം പോകും, ഇത്രയും രോഗമൊക്കെ എൻ്റെ ശരീരത്തിൽ, ഇത്രയും അഭിമാനമൊക്കെ തോന്നും നമുക്ക് ചില സമയത്ത്. ഞാൻ വിചാരിച്ചു തൂമ്മല്, മൂക്ക് ഒലിപ്പൊക്കെ ഉള്ളതെന്ന്. പക്ഷേ ഡോക്ടർ റിപ്പോർട്ട് തന്നപ്പോൾ 2 പേജ് എന്തെല്ലാം കാര്യങ്ങളാണ് ബ്ലഡിനകത്ത്. നമ്മൾ മുറിഞ്ഞപ്പോൾ കണ്ട ചുമന്ന കളറിനകത്ത്. പക്ഷേ കണ്ണുനീര് കൊണ്ട് ലാബി കൊടുത്തിട്ട് എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചാൽ ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ദൈവത്തിനറിയാം നിങ്ങൾ എന്തിനാ കരഞ്ഞെന്ന്. അതല്ലേ സങ്കീർത്തനത്തിൽ പറയുന്നത്, നീ എൻ്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കും. കൈലേസ് കൊണ്ട് ഒപ്പിയതും, മല്ല കർച്ചീഫ് കൊണ്ട് തുടച്ചു കളഞ്ഞതും, മല്ല നാപ്കിനകത്ത് തൂത്ത് കളഞ്ഞതും, തലമുണയിൽ മുഖമമർത്തി കരഞ്ഞതും, കിടക്കിയിൽ അമർത്തി കരഞ്ഞതുമൊക്കെ പറ്റിപ്പോയെന്ന് നീ വിചാരിക്കും. പക്ഷെ സ്വർഗത്തിൻ്റെ തുരുത്തിയിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തൊരു പുസ്തകം വെച്ചിട്ടുണ്ട്. നീ എൻ്റെ കണ്ണുനീർ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലുണ്ട്, അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഡേറ്റ് കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, നീ എന്തിനാ കരഞ്ഞെന്ന്. പ്രൈസ് ദി ലോർഡ്. 2 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്കാൻ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ചോദിച്ചാൽ മതിയാന്നേ. നമ്മുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഹല്ലേലൂയ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അമേരിക്കയിലാണെങ്കിൽ എൻ്റെ ജെൻഡർ ഏതാന്ന് പറയും. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതും പറയും. നാട്ടിലത് പറയാൻ ഇപ്പം അനുവാദം ഇല്ലാത്തതുകൊണ്ട് ആരും പറയത്തില്ല. പക്ഷേ സ്വർഗത്തിൻ്റെ കൈ കൊണ്ട് ചോദിച്ചാട്ടോ ഒരു സ്കാൻ റിപ്പോർട്ട്,
അത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലുണ്ട്. 40-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഏശാവ് 60-ാമത്തെ വയസ്സിലല്ലിയ തൻ്റെ ഭാര്യയായ റിബേക്ക ഹല്ലേലൂയ പ്രഗ്നൻ്റായി. ശിശുക്കൾ തമ്മിൽ ഉള്ളിൽ കിടന്ന് ഭയങ്കര അടിയാണെന്ന്. അകത്ത് കൊടുന്ന അടിയായപ്പോൾ വിശദീകരിക്കുന്നില്ല. അവൾ യഹോവയോട് ചോദിക്കാൻ പോയി. ഓടി ചെന്നിട്ട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മരിച്ചു പോകും. കർത്താവ് ഒരു പ്രിൻ്റ് എടുത്ത് സ്കാൻ റിപ്പോർട്ട് കൈ കൊടുത്തു. എന്താ പറഞ്ഞത്? നിൻ്റെ ഉദരത്തിൽ 2 കുട്ടികളുണ്ട്. അത് ഏത് ഡോക്ടറും പറയും. 2 വംശമുണ്ടെന്ന്, 2 ജാതികളുണ്ട്. തീർന്നില്ല. മൂത്തവൻ ഇളയവനെ. ദൈവത്തിനെല്ലാം അറിയാവുന്നേ. ദൈവത്തിൻ്റെ റിപ്പോർട്ട് കയ്യിലുള്ളവർക്കായി ഇന്ന് രാത്രി. അതുകൊണ്ടാണ് യെശയ്യാവ് 59 ചോദിച്ചത്, ഹൂസ് റിപ്പോർട്ട് യു ആർ ഗോയിങ് ടു ബിലീവ്? ഇന്ന് രാത്രി ഡോക്ടർ പറഞ്ഞത് വിശ്വസിക്കണോ, സ്വർഗം പറയുന്നത് വിശ്വസിക്കണോ? ഇന്ന് രാത്രി നിന്റെ പക്കൽ ദൈവം തന്ന പത്രം കയ്യിലുണ്ടെങ്കിൽ പിശാചി എഴുതി വെച്ചതൊന്നും നിനക്ക് വിഷയമല്ലെന്ന്. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആ സങ്കടം അങ്ങോട്ട് കണ്ടിട്ട് ദാവീദ് പറയുക, എൻ്റെ സങ്കടമേ യഹോവ കണ്ട് ഇന്നത്തെ എൻ്റെ ശാപത്തെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഒരു ഭാഗത്തൂടെ കൊണ്ടുവന്ന് ഒരുമിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമയം മുന്നോട്ട് പോയല്ലോ. സ്തോത്രം. യെസ്റ്റർഡേസ് ആർ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇൻ യുവർ ലൈഫ്. അവസാനത്തെ മെസ്സേജ് അതാണ്. ബാക്കിയെല്ലാം ഞാൻ കട്ട് ഷോട്ട് ചെയ്യുന്നു. ശൂന്യത വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഓർമ്മിപ്പിക്കണം. വാഗ്ദത്തം ഓർത്താൽ ഉടനെ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ച് സങ്കടം പറഞ്ഞോണം. സങ്കടം പറയുമ്പോൾ ദൈവം ദൂത് പറയുന്നു, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട. വഴി പോകുന്നവർ തലകുലുക്കി ഇത് തരിശുഭൂമി എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിൻ്റെ ഒരു വിശ്വാസത്താൽ അലറുന്ന സിംഹത്തിൻ്റെ ആദരം അടയ്ക്കാൻ പ്രാർത്ഥനയുടെ ആത്മാവിൽ ഇന്ന് രാത്രി ജനം മുന്നേറി വരട്ടെ. ദൂത് പറയുന്നു. സ്തോത്രം. യെസ്റ്റർഡേസ് ആർ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകൾ ആവർത്തിക്കത്തില്ല. യെശയ്യാവ് 43:18 മുതൽ വാക്യങ്ങൾ. പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവ എന്ത് ചെയ്യണ്ട, നിരൂപിക്കണ്ട. ഇതാ ഞാനത് പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ തന്നെ പൊട്ടിമുളയ്ക്കും. പാഴ്മലയിൽ, മരുഭൂമിയിൽ, നിർജ്ജന പ്രദേശത്ത്, വെള്ളമില്ലാത്തടത്ത് ചിലത് ഇന്ന് രാത്രി നടക്കാൻ പോകുകയാണ്. യേശ് ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ അശുദ്ധ ശക്തിയുടെ അതരമടയ്ക്കുമ്പോൾ നിനക്കെതിരെ അപവാദം പറഞ്ഞ് ആക്ഷേപിച്ച് ഒതുക്കി മാറ്റി നിർത്തി നിനക്ക് വരവരച്ച് ഇതിനപ്പുറത്ത് പോകരുത് എന്ന് എഴുതി വെച്ച അശുദ്ധന്റെ ആരവത്തെ ഇന്ന് രാത്രി വിശ്വാസത്താൽ അവർ സിംഹത്തിന്റെ വായ അടച്ചു. വേഗം ഞാൻ ദൂത് പറഞ്ഞു പോകുക. നിങ്ങൾക്കുള്ള ദൂത് വരുമ്പോൾ കരങ്ങളടിച്ച് നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. നിങ്ങൾക്കുള്ള മെസ്സേജ് വരുമ്പോൾ അതിന് നിങ്ങൾക്ക് ആമേൻ പറയാം. സ്തോത്രം. വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് രാത്രി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു പ്രതീക്ഷയുണ്ട്, കൈവിടല്ല കേട്ടോ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളിടത്തോളം കാലം, as long as the promise of the Lord are hanging before me, hallelujah, I will never ever shattered in my home. ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുന്നിടത്തോളം കാലം ദൈവമക്കൾ പതറിപ്പോകത്തില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്കതൊരു ഉറപ്പാ. ഹല്ലേലൂയ. എന്താ വാഗ്ദത്തങ്ങൾ? അല്ലെങ്കിൽ എത്രയോ വാഗ്ദത്തങ്ങൾ. ഇയ്യോബ് പറയുക, ഇയ്യോബിനോട് പറയുന്ന ദൂതാണല്ലോ. ഇയ്യോബിന്റെ പുസ്തകം ഹല്ലേലൂയ 14-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ കാണാതറിയാവുന്ന വാക്യമാ. വൃക്ഷമായാൽ അതിനെന്തുണ്ട്? അറിയാവുന്നൊരു ചേർന്ന് പറഞ്ഞാട്ടെ. വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും പിന്നെ അത് പൊട്ടിക്കിളിർക്കും. ഭക്തന്മാർ കേട്ട് മനസ്സിലാക്കിക്കോണം. പൊട്ടിക്കിളിർക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഇളം കൊമ്പുകൾ വീണ്ടും വിടർന്നു വരും. അടുത്ത വചനം പറയുന്നു, അത് ഹല്ലേലൂയ അതിൻ്റെ വേർ കെട്ടുപോയാലും കുറ്റി മണ്ണിൽ പഴകിയാലും, അടുത്ത വചനം ശ്രദ്ധിക്കണം, മഴയുടെ ഗന്ധമടിച്ചാൽ അത് പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയും. ഹല്ലേലൂയ. മൂടോടെ വെട്ടിക്കളയട്ടെ, മൂടോടെ വെട്ടിക്കളയട്ടെ. വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. കുറ്റി മണ്ണിൽ കെട്ടുപോയാൽ എന്ത് സാധ്യത? വേർ മണ്ണിൽ പഴകിപ്പോയാൽ എന്ത് സാധ്യത? ഒരു മഴയുടെ ഗന്ധമടിച്ചാൽ. പെന്തിക്കോസുകാരാ, അഭിഷേകം പ്രാപിച്ച ദൈവദാസ, ദൂത് പറയുന്നു, നിന്നെ ചുവടോട് ചേർത്ത് വെട്ടിയാലും അലറി ആക്ഷേപിച്ച് നിനക്കെതിരെ എഴുതി പറഞ്ഞു പരത്തി ആക്രോശിച്ച് ആളുകൂട്ടി ഒറ്റപ്പെടുത്തിയാലും ഒരു പാട്ടിൻ്റെ മൂളൽ കേട്ടാൽ മതി, ദൈവമക്കൾ വീണ്ടും പൊട്ടിക്കിളിർക്കും. ഇവിടെ വലിയ പരിപാടിയൊന്നും വേണ്ടാന്നേ. ഒരു വാക്യത്തിന്റെ മുറി കേട്ടാ മതി, ഒരു അന്യഭാഷ പറഞ്ഞാൽ മതി, ഒരു സ്തോത്രത്തിന്റെ സ്വരം കേട്ടാ മതി, ഒരു പാട്ടിന്റെ താളം ഉയർന്നാ മതി. ഒന്ന് കണ്ണുനീർ പൊഴിച്ചാൽ ഞാൻ വീണ്ടും പൊട്ടിക്കിളിർക്കും. വീണ്ടും കിളിർക്കും, വീണ്ടും കിളിർക്കും, വീണ്ടും തഴയ്ക്കും, വീണ്ടും ഫലമുണ്ടാകും. എന്റെ കട്ടത ഞാൻ ഒഴുകിപ്പോയ വെള്ളം പോലെ മറക്കും. ഹല്ലേലൂയ. ഇന്നലകൾ ആവർത്തിക്കത്തില്ല. വേഗം പുസ്തകം മടക്കിക്കോ. ഇന്നലകൾ ആവർത്തില്ല. റെഫറൻസ് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇന്നലെ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, 2 രാജാക്കന്മാർ 6-ാം അധ്യായം 13-ാം വാക്യം. അരാം രാജാവിൻ്റെ ബെൻഹദദ് തൻ്റെ സേനാപതിമാരെ കൂടിയിരുന്ന് ആലോചിക്കുക, നമ്മൾ ശയനഗ്രഹത്തിൽ പറയുന്ന കാര്യം പോലും എങ്ങനെയാ ഇസ്രായേൽ രാജാവ് അറിയുന്നത്? ഉടനെ അവർ പറഞ്ഞു, അയ്യോ അവിടെ ഒരു ആളുണ്ട്, ഇവിടെ ചാരന്മാരൊന്നുമല്ല, ഒരു പ്രവാചകനുണ്ട്, പേര് ഏലിശി എന്ന. പോയി കണ്ടുപിടിച്ചാട്ടെ. 2 രാജ 6:13. എല്ലാവരുടെ പോയി എവിടെ ഇരിക്കുന്നു? അവൻ ദോദാനിലുണ്ടെന്ന്
അറിവ് കിട്ടി. സ്തോത്രം. ഇവിടെ ദോദാൻ എന്ന് പറയുന്നത് യോർദാന്റെ തീരത്തുള്ള സ്ഥലമാണ്. 6-ാം അധ്യായം 2 രാജ 6-ന്റെ 1-ാം വാക്യം. 100-ലധികം പ്രവാചകന്മാർ ഇരിക്കുന്ന സ്ഥലം ഞെരുക്കമുള്ളത് കൊണ്ട് വലിയ വീട് പണിത്, അല്ലെങ്കിൽ അല്പം കൂടെ കൂടാരം വലുതാക്കി പ്രവാചകശാലയുള്ള സ്ഥലമാണ് ഏത്? ദോദാൻ. പക്ഷെ പണ്ടത് അങ്ങനെ അല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37:17. പണ്ട് ദോദാനിൽ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ശേഖേമിൽ സഹോദരന്മാരെ കാണാഞ്ഞിട്ട് യോസഫ് അവരെ കണ്ടുമുട്ടിയ സ്ഥലമായിരുന്നു ഏത്? ദോദാന്. ഒരു കുട്ടി പ്രവാചകന് വാഴാൻ പറ്റാത്ത സ്ഥലമായിരുന്നു ദോദാൻ. പക്ഷെ ദൈവം അതിനെ ഒരു പ്രവാചകശാലയാക്കി മാറ്റി. ഒരു സ്വപ്നക്കാരനെ വളർത്താത്ത, ഒരു പ്രവാചകന് വളരാൻ പറ്റാത്ത, ഒരു ആരാധനക്കാരൻ ആരാധിക്കാൻ പറ്റാത്ത ദോദാനുകളെ പ്രവാചകന്മാർ പാർക്കുന്ന ആലയങ്ങൾ പണിയുന്ന സഭാഹോളുകൾ ഒന്നിനു പുറകെ ഒന്ന ഉയരുന്ന 100-ലധികം പ്രവാചകന്മാർ ശുശ്രൂഷിക്കുന്ന സ്ഥലമാക്കി സ്വർഗം മാറ്റിയെങ്കിൽ നിന്റെ ഇന്നലത്തെ ശൂന്യതയെ ഇന്ന് രാത്രി ഒരു വർധനവാക്കി മാറ്റുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ ഇതിന് സ്തോത്രം പറയും?